ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. വെറും പരിപ്പും തക്കാളിയും പിന്നെന്താ വെണ്ടക്കായ ഉപയോഗിച്ചിട്ടുള്ള സാമ്പാർ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ പരിപ്പും തക്കാളിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ നമ്മുടെ വെളുത്തുള്ളി, ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടി ഒരു 5-6 വെളുത്തുള്ളി ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് അടുപ്പത്ത് വേവിക്കാൻ വെച്ചത്. 3 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്ത്, പരിപ്പ് നല്ല വേവാൻ വേണ്ടിയിട്ട്. തേങ്ങ ചിരവ ഇല്ലാത്തതിനെ കൊണ്ട് ഇങ്ങനെ കഷ്ണം മുറിച്ച് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് ഇവിടെ വറക്കടല്. പക്ഷേ ഇന്ന് എന്തോ മടി കാരണം അതിനും പറ്റിയില്ല. അപ്പോൾ ഞാൻ വറക്കണേക്ക് എന്തായിരുന്നു, ഉലുവ, കായം, കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുത്തു കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അരച്ചെടുക്കുകയും ചെയ്തേ. അരച്ചെടുത്തിട്ട് കുറച്ച് പുളിയും 5-6 വെണ്ടക്കായ ഉണ്ടെന്നൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അരച്ചത് അതിലൊഴിച്ചു കേട്ടോ. പിന്നെ സാമ്പാർ കൂടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഇങ്ങനത്തെ അധികം കറികളാണ് ഇഷ്ടം. എന്താ പറയുക, പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കറികൾ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കറികൾ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം അരപ്പൊക്കെ കൂട്ടി കടുക് ഉലുവയും കറിവേപ്പില ഇട്ടിട്ട് താളിച്ചെടുത്തു കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ മത്തനും പയറും പപ്പായ ഉപ്പേരി പിന്നെ എന്തായിരുന്നു മത്തി പൊരിച്ചു. ഇവിടെ വീട്ടിൽ ഭയങ്കര ഹിറ്റായി. കാര്യം അന്ന് ഞങ്ങൾക്ക് ചോറ് തികയാത്ത അവസ്ഥ വന്നു. രാത്രി ഒന്നുറങ്ങിയിട്ടെന്നല്ല, നമ്മളിരുന്ന് TV പിന്നെ ഇടയ്ക്ക് വെച്ച് വിശപ്പ് വന്നപ്പോൾ ഏട്ടൻ പുറത്ത് പോയി ഫുഡ്